ഹലോ ഗൈസ്, ഇന്ന് അഫുവിൻ്റെ സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രെഡും പിന്നെ ഓർലിക്സും എല്ലാം കൊടുത്ത് അവന് കിറ്റിലേക്കുള്ള ചിയ സീഡിൻ്റെ വെള്ളമെല്ലാം റെഡിയാക്കി. അവന് പൊതുവേ രാവിലെ ഫുഡ് കഴിക്കാൻ വലിയ മടിയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, സ്പോർട്സ് ഡേ ആകുമ്പോൾ നമുക്ക് സ്കൂളിലെല്ലാം പ്രോഗ്രാമിനെ കുറിച്ച് നല്ല ഉഷാറാണല്ലോ. അതുകൊണ്ട് എല്ലാം നല്ല വേഗം റെഡിയായി. അവന് വേഗം ഫുഡെല്ലാം കഴിച്ച് നല്ല സുന്ദര കുട്ടപ്പനായി. അപ്പോൾ അവനെ നയക്കട്ടെ. സ്പോർട്സ് ഇന്നലെ പറഞ്ഞിട്ടാണ്. അതിനിപ്പോ ഞാൻ ബസ്സിൽ പോയത് 9 മണിക്കാണ് പരിപാടി. ആണ് ബായ്. എനിക്കതിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അതിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ ലൈവില് ട്രൈ. ഇപ്പൊ എന്റെ ബസ് കണ്ടു. ബൈ. ടാറ്റാ. അവനെ അയച്ച് പിന്നെ ഇവക്കുട്ടനെ മാറ്റിച്ച് റെഡിയായി. ഇവിടെ ഒരാൾ ഒരുക്കം തീരില്ല. ലാസ്റ്റ് ആളാ ഒരുക്കാൻ കയ്യൽ. അങ്ങനെ വേഗം റെഡിയായി നമ്മൾ പോവുകയായിരുന്നു സ്കൂളിലേക്ക് വലിയ ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ. പൊതുവേ ഭയങ്കര ട്രാഫിക് ഉണ്ടാവുന്നുണ്ട്. ഇന്ന് വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റി. അവിടെ എത്തിയപ്പം പ്രോഗ്രാം തുടങ്ങിയിട്ടൊന്നുമില്ല. 9 o'clock എന്ന് പറഞ്ഞിട്ട് ഒരു 10:30 എല്ലാം ആയിന് തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഫാൻ്റെ പ്രോഗ്രാം തുടങ്ങി. സത്യമാണ് നിന്നടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അവൻ റണ്ണിങ് റേസ് ആയിരുന്നു. അതായത് ബോൾ ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് എത്തണം. പക്ഷെ തേർഡാണ് അവന് കിട്ടിയത്. കുഴപ്പമില്ല, പങ്കെടുക്കാനുള്ളതല്ല അവൻ്റെ കഴിയില്ല. ഞാൻ പ്രൗഡാണ്. എനിക്ക് സത്യമാണ് ഭയങ്കര നിന്നെടുക്കുക. എന്താണെന്ന് എന്തോ ഒരു പ്രോഗ്രാം കൂടിയോ എല്ലാ പാരൻസിനും അതുപോലെ ഒരു സ്പോർട്സിനെ കുറിച്ചുള്ള ഏത് രീതിയിലാണ് പങ്കെടുക്കുന്നത് അതിൻ്റെതായ അതിൻ്റെ ബോളിൻ്റെ ഇതിൽ അവർ ബോളിൽ പങ്കെടുക്കുന്നത് അങ്ങനെ ഓരോ വെറൈറ്റി ഉണ്ടായിരുന്നു ഒരു സ്പോർട്സിൻ്റെ. കുട്ടികൾക്കെല്ലാം ആയാലും ഗെയിംസും കാര്യങ്ങളെല്ലാം എല്ലാത്തിനും ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. ഇത് അവരുടെ ക്ലാസ് മിസ്സാണ് സിറ്റുന്നത്. പിന്നെ എന്തായാലും എനിക്കെന്തോ നല്ല ഒരു നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഒരു ഡിഫറെൻറ്റ് തോന്നി സ്പോർട്സിൽ. എൻ്റെ മോന് സർട്ടിഫിക്കറ്റ് എല്ലാം കണ്ടിട്ട് ഓടി വന്ന് എനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു ഈ സമയത്ത്. നമ്മളിന്ന് തിരിച്ച് പോയി. ഞാൻ ഫുള്ളായിട്ട് തീരാൻ വേണ്ടിയിട്ടില്ല, നല്ല വെയിലല്ലായിരുന്നു. പിന്നെ മോൻ ടയേർഡായിരുന്നു. അപ്പോൾ നമ്മളെന്തൊക്കെ അവർ പ്രോഗ്രാം കഴിഞ്ഞ് പിന്നെ കുറച്ച് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോയി. കാരണം അവർ സ്പോർട്സ് ഡേ ആയതുകൊണ്ട് ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പൊതുവേ നമ്മളും അങ്ങനെയാണല്ലോ, ഒരു സ്കൂളിലെല്ലാം എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഉറക്കെല്ലാം കണക്കിനാണ് നമ്മൾ. പിന്നെ കുറേ ഫോട്ടോ സെക്ഷനെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ഒരു ക്ലാസ്സിലുള്ള പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് അപ്പോൾ മക്കളും നമ്മളെല്ലാവരും കൂടി ഫോട്ടോ സെക്ഷൻ നടത്തി കുറച്ച്. എന്തായാലും എല്ലാം നല്ല ഡേ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, ടാറ്റാ.